जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത ദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി കമ്പൈൽ ചെയ്ത ഒരു ബുക്കാണ്. അതിൽ ഒരുപാട് മുതിർന്ന ശിഷ്യന്മാരുടെ സാക്ഷാത്കാരങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഒരു ഡിവോട്ടിയുടെ പേരാണ് നരനാരായണ ദാസ് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ഒരു കാർപ്പൻ്ററാണ്. അപ്പം അദ്ദേഹം ശ്രീല പ്രഭുപാദിന്റെ ചെറിയ ടെമ്പിൾസ് ഒക്കെ അദ്ദേഹമാണ് വന്നിട്ട് അതിൻ്റെ ഫർണിച്ചേഴ്സും ഒക്കെ റെഡിയാക്കുന്നത്. അപ്പം അദ്ദേഹം ലണ്ടനിൽ ശ്രീല പ്രഭുപാദ് ലണ്ടനിലുണ്ടായിരുന്ന സമയത്താണ് അവിടെ ബറി പ്ലേസ് ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിളിലാണ് പ്രഭുപാദ് അന്ന് താമസിച്ചത്. അപ്പം അവിടെയുള്ള ഡിവോട്ടിയാണ് ഈ നരനാരായണ പ്രഭു എന്ന് പറഞ്ഞു ദാസ്. അപ്പം അദ്ദേഹം ഒരു ഗൃഹസ്ഥനാണ്. പക്ഷെ അദ്ദേഹം ഫാമിലിയോടൊപ്പം അല്ല, കൂടുതൽ സമയവും ടെമ്പിളിലാണ് അദ്ദേഹം സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് ശ്രീല പ്രഭുപാദ് ആ ബറി പ്ലേസ് ടെമ്പിളിനുള്ളിൽ തന്നെയാണ് താമസിക്കുന്നത്. അതിനകത്ത് റൂം ഉണ്ടായിരുന്നു, അതിനകത്ത് താമസിക്കുന്നത്. ഇവരൊക്കെ ബ്രഹ്മചാരി ആശ്രം ടെമ്പിൾ ഹാളിൽ അങ്ങനെയൊക്കെയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൊരു കൺഫ്യൂഷൻ, ഞാൻ ശരിയായ പാതയിലാണോ പോകുന്നത് എന്നുള്ളൊരു, അദ്ദേഹം ഗൃഹസ്ഥനാണ്, പക്ഷെ ബ്രഹ്മചാരി ആശ്രമത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഞാൻ ശരിയായ രീതിയിലാണോ പുരോഗമിക്കുന്നത് എന്നുള്ളൊരു സംശയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ആ സംശയം കൂടുതലായിട്ട് വന്നു. അദ്ദേഹത്തിന് അത് ക്ലിയർ ആയില്ല. ഞാൻ ശരിക്കും പുരോഗമിക്കുന്നുണ്ടോ അതോ ഞാൻ താഴേക്ക് പോവാണോ അതേപോലെ നിൽക്കുകയാണോ എന്നുള്ള ഡൗട്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വട്ടം അദ്ദേഹം രാവിലെ ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം നടന്നാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത്. നടന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്ന പ്രഭുപാദിന്റെ റൂമിന്റെ മുന്നിൽ കൂടാണ് നടക്കുന്നത്. റൂം ക്ലോസ്ഡ് ആണ്, പ്രഭുപാദ് ഉള്ളിലുണ്ട്, നടന്നു. അപ്പം ഇങ്ങനെ ഈ കാര്യങ്ങൾ അദ്ദേഹം ചിന്തിച്ചുകൊണ്ടാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തിന് ആ ഉള്ളിൽ നിന്ന് അത് പ്രഭുപാദിന്റെ അടുത്ത് ചോദിക്കണം എന്നുള്ള ഇത് ഉള്ളിൽ നിന്നൊരു ത്വര അദ്ദേഹത്തിന് വന്നു. അപ്പം അദ്ദേഹം അന്ന് പ്രസ്ഥാനം കുറച്ച് വലുതായി വരുവാണ്, ലണ്ടനിലൊക്കെ ആയി. അപ്പം പ്രഭുപാദിനെ അങ്ങനെ പെട്ടെന്ന് പോയി കാണാനോ പണ്ടുപോലെ അങ്ങനെ പറ്റില്ല. പ്രഭുപാദിന് അദ്ദേഹത്തിൻ്റെതായ സമയത്ത് അദ്ദേഹം ചിലപ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്യായിരിക്കും, ജപിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു സെക്രട്ടറി ആരോടെങ്കിലും ചോദിച്ചിട്ടാണ് പോയി കാണേണ്ടത്. കാരണം എല്ലാവരും അങ്ങനെ കണ്ടാൽ പിന്നെ പ്രഭുപാദിന്റെ സമയം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം പക്ഷെ അദ്ദേഹത്തിന് വളരെ ഇങ്ങനെ നടന്ന് ജപിച്ചപ്പോഴത്തേന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഇത് ചോദിച്ചേ മതിയാവൂ എന്നുള്ളൊരു ഇത് വന്നപ്പോഴത്തേന് അദ്ദേഹം പോയി നോക്ക് ചെയ്തു, പ്രഭുപാദിന്റെ റൂം നോക്ക് ചെയ്ത ഉടനെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന് മനസ്സിലായി. പ്രഭുപാദിനോട് ചോദിക്കാതെ. പക്ഷെ പ്രഭുപാദ് ഉള്ളിൽ നിന്ന് പറഞ്ഞു കമിൻ എന്ന് പറഞ്ഞു, യെസ് കമിൻ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം കയറി ചെന്നപ്പോഴത്തേന് പ്രഭുപാദ് റൂമിനകത്ത് നടന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹരേ കൃഷ്ണൻ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നു പ്രഭുപാദ് തന്നെ അദ്ദേഹത്തിന്റെ നാമജപത്തിലൂടെ ഒരു ആത്മീയ അന്തരീക്ഷ റൂമിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്തു. അപ്പം അദ്ദേഹം വന്നു നമസ്കരിച്ചിട്ട് പ്രഭുപാദിനോട് ചോദിച്ചു, പ്രഭുപാദ് എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിനാ ഞാൻ വന്നതെന്ന്. പിന്നെ പ്രഭുപാദ് പറഞ്ഞു ചോദിക്കാൻ പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇവിടെ താമസിക്കുകയാണ്, ഞാൻ നാമജപമൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ശരിയായ പാതയിലാണോ, ഞാൻ പുരോഗമിക്കുന്നുണ്ടോ, അങ്ങൊരു പരിശുദ്ധ ഭക്തനല്ല, ഞാൻ എന്തെങ്കിലും ഒരു പരിശുദ്ധ ഭക്തനായി തീരുമോ എന്നിങ്ങനെ ചോദിച്ചു. പിന്നെ പ്രഭുപാദ് അതിന് വലിയൊരു അതിശയകരമായ ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തില്ല. പ്രഭുപാദ് അത് ജസ്റ്റ് ഇങ്ങനെ കേട്ടിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ജപിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിനൊരു ഉള്ളിൽ ഭയം തോന്നി, എന്തായിരിക്കും ഇനി പ്രഭുപാദ് പറയാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 നാമം ജപിച്ചതിന് ശേഷം പ്രഭുപാദ് അദ്ദേഹത്തിനെ തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, യെസ് യു ആർ ഇൻ ദ പ്രോസസ്, നീ പരിശുദ്ധ ഭക്തനാവും, നീ ആ ഒരു പാതയിലാണ് എന്നിങ്ങനെ ശ്രീല പ്രഭുപാദ് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര ആശ്വാസമായി അത് കേട്ടപ്പോൾ. എന്നിട്ട് വീണ്ടും കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഭുപാദ് നടന്ന് ജപിച്ചിട്ട് പ്രഭുപാദ് തിരിച്ച് വന്നിട്ട് അദ്ദേഹത്തിന്റെ കണ്ണുകളിലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ബട്ട് ഇറ്റ് വിൽ ടേക്ക് സം ടൈം, പക്ഷെ അതാവാൻ കുറച്ച് സമയമെടുക്കും എന്നിങ്ങനെ ശ്രീല പ്രഭുപാദ് പറഞ്ഞു. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരം. അദ്ദേഹം അതിലൂടെ നമുക്ക് കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നാമജപം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സിൽ തന്നെയാണ്.
പക്ഷെ ഇമീഡിയറ്റ്ലി നമ്മളൊരു പരിശുദ്ധ ഭക്തനായി തീരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ച് നമ്മൾ ചിലപ്പം ഡീമോട്ടിവേറ്റഡ് ആയിപ്പോവും. എന്ത് കാര്യത്തിനും ക്ഷമയോടെ അത് തുടർന്ന് ചെയ്യുക തന്നെ ചെയ്യണമെങ്കിൽ മാത്രമേ അതിന്റെ ആ ഒരു പ്രോസസ്സിന് ഇതായി തീരത്തുള്ളൂ എന്ന് ആ ഒരു ഉദാഹരണത്തിലൂടെ ശ്രീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തന്നതായിട്ട് നരനാരായണ പ്രഭു നമുക്ക് പറഞ്ഞു.